السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. പരിശുദ്ധമായ ഇഅ്തികാഫിന്റെ നിയ്യത്തോടു കൂടി അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതും ചെയ്യുന്ന അമലുകളൊക്കെ അല്ലാഹു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ അല്ലാഹു നമുക്കും കുടുംബത്തിനും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിലനിന്ന് പോകാനും അല്ലാഹു ഉദ്ദേശിച്ചതുപോലെ അതിനെ ഉപയോഗപ്പെടുത്താനും അതിന് ശുക്ർ ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി അനുഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കും ചെയ്തു വച്ചിട്ടുണ്ട്. എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തവണ്ണം പലപ്പോഴും നമ്മുടെ പരാതികളും പരാധീനതകളും മാത്രമായി നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോകാം. ജനിച്ചു മുതൽ ഇസം വരെ അല്ലാഹു നമുക്ക് നൽകിയ ശ്വാസോച്ഛ്വാസ കഴിവ്, അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഭക്ഷണം, സൗകര്യങ്ങൾ പലപ്പോഴും പലർക്കും വിഷമം എന്തെന്ന് അനുഭവിക്കേണ്ടത് പോലും ഇല്ലാത്ത അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തിയത്. പക്ഷേ പലപ്പോഴും ജീവിതത്തിൽ നശ്വരമായി നമ്മളിലേക്ക് കടന്നു വരുന്ന പ്രയാസങ്ങളും പരാധീനതകളും മാത്രമായി നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഈ അനുഗ്രഹത്തിന്റെ വില നമ്മൾ തിരിച്ചറിയുന്നില്ല. പടച്ചറപ്പ് നൽകിയിട്ടുള്ള അനുഗ്രഹം തിരിച്ചറിയുകയും പരമാവധി ഉപയോഗപ്പെടുത്തുകയും അള്ളാഹുവിലേക്ക് ശുക്ർ ചെയ്യുകയും ചെയ്യുന്ന അടിമയായി നമ്മൾ മാറുമ്പോഴാണോ ഇത്തരം അനുഗ്രഹങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നോ ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. പ്രയാസങ്ങൾ ഉണ്ടാവും. ദുനിയാവിന്റെ കിടപ്പ് അങ്ങനെയാ. അള്ളാന്റെ റസൂലും ഉണ്ടായിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ പറ്റിയ പരിശുദ്ധമായ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് പ്രയാസം വരുമ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുക്കൽ എങ്ങനെ റസൂലുള്ളാഹിക്ക് അല്ലാഹു നൽകിയിട്ടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗ്രഹങ്ങളെ ഒന്ന് എടുത്ത് പ്രതിപാദിക്കും. നബിയെ, ഞാൻ അത് നൽകിയില്ലേ? അലം നശ്റഹ് സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത് അങ്ങനെയാണല്ലോ. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിദ്റക അല്ലദീ അൻഖള ലഹ്റക വറഫഅനാ ലക ദിക്റക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാരീരികമായും മാനസികമായും പ്രയാസങ്ങൾ കൊണ്ട് അനുഭവിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാശ്വാസപ്പെടുത്തുന്നത് അങ്ങനെയാ. നബിയെ, നിങ്ങൾക്ക് എന്തെല്ലാം നിഅമത്ത് ചെയ്തു തന്നു. എല്ലാം ഉൾക്കൊള്ളാനുള്ള വിശാലമായ ഹൃദയം നമ്മൾ നൽകി. എന്തൊക്കെയോ പ്രയാസങ്ങൾ ചുമലിൽ കൊണ്ട് നടപ്പോ അത് വെക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു തന്നു. അതുകൊണ്ട് നബിയെ, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഏത് പ്രയാസം വന്നാലും എളുപ്പം അതിന്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നും കൂടി കണിശമായ സ്വരത്തിൽ അല്ലാഹു പറയാണ്, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു പ്രയാസം വരുമ്പോൾ മറ്റൊരു ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഒരു പ്രയാസത്തിനോട് കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് എളുപ്പത്തെ വെച്ചിട്ടുള്ളത്. ഒന്നല്ലെങ്കിൽ മറ്റൊന്നെങ്കിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത് പരിഹരിക്കാൻ കഴിയും. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല. ഇങ്ങനെ നശ്വരമായ സമയങ്ങളിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലാഹു നൽകുന്ന സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങളിലൂടെ നമുക്ക് റാഹത്ത് കിട്ടുമ്പോയോ ഫൈദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ദുനിയാവിന്റെ ഷുവലുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പുതിയ തലമുറകളൊക്കെ അങ്ങനെയാ. ഒരു 5-6 കൊല്ലമൊക്കെ ജോലി ചെയ്ത് അത്യാവശ്യം ക്യാഷൊക്കെ വരാനായി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ ഒടുങ്ങിലൊക്കെ ഇരിക്കുക, പൈസ ഇങ്ങനെ ഒരു വഴി വന്നോളൂ, അതനുസരിച്ച് ഇങ്ങനെ ജീവിക്കുക. ഈ ഒരു സിറ്റുവേഷൻ സത്യത്തിൽ വലിയ നിഅമത്താണ്. പക്ഷെ ആ നിഅമത്തിൽ പലപ്പോഴും മനുഷ്യൻ മതിമറന്നു പോകുന്നു, വഞ്ചിതനാകുന്നു. അതാ റസൂൽ ഹദീസിൽ പറഞ്ഞു, നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്ഖത്ത് വൽ ഫറാ. ഈ ഫറാ എന്നുള്ള സിറ്റുവേഷൻ അങ്ങനെയാ. മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഇനി ഒരു ശുഗലും ഇല്ല അവനക്ക്, എല്ലാം കഴിഞ്ഞു, അവൻ വീട്ടിലിങ്ങനെ ഇരിക്കുക. ഇപ്പൊ പലപ്പോഴും അങ്ങനെയാണ്. ആ സമയം നല്ല സമയം തന്നെയാണ് നല്ല കാര്യത്തിലേക്ക് ഉപയോഗപ്പെടുത്താൻ. അങ്ങനെ ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ ഫൻസബ്, വീണ്ടും ഈ പ്രയത്നത്തിലേക്ക് നടക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കണം. എന്തിനാ? ഒരു ശുഗലും ഇല്ലാത്തൊരു സമയം മനുഷ്യർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മേലനങ്ങാതെ മേത്ത് ശരീരത്തിൽ ചെളിയാവാതെ എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാന്ന് ആലോചിക്കുവാൻ.
അപ്പൊ എവിടെങ്കിലൊക്കെ ഇരുന്നിട്ട് 4 ഉറുപ്പ്യ ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ, അത് ഹറാമാവട്ടെ ഹലാലാവട്ടെ ചീട്ടുകളിയാവട്ടെ എന്ത് കളിയാവട്ടെ, അതിലൂടെയൊക്കെ 4 ഉറുപ്പ്യ ഉണ്ടാക്കാൻ ശ്രമിക്കും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്തുകൊണ്ടാ? മറ്റൊരു ഷോലും ഓൻക്കില്ല. ദുനിയാവിൽ മറ്റൊരു മേഖലയിൽ ഓന്റെ മനസ്സ് വേറെ ലെവലിലേക്ക് പോയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ 4 ഉറുപ്പ്യ വേറെ വഴിയിലൂടെ കിട്ടാനൊക്കെ ഉണ്ടായി നമ്മളൊരു ഫ്രീ ടൈം എത്തിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇബാദത്തിലേക്ക് ശുഗലാകണം, അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും സേവനങ്ങളുമായിട്ട് ശുഗലാകണം, അല്ലെങ്കിൽ പൊതുപ്രവർത്തനവുമായിട്ട് ശുഗലാകണം, അല്ലെങ്കിൽ പള്ളി മദ്രസയുമായി ബന്ധപ്പെട്ട ദീനീ സംവിധാനങ്ങളോട് ശുഗലാകണം. ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ മേഖല മനുഷ്യർക്ക് ഉണ്ടാവാൻ പാടില്ല. അതുണ്ടായി കഴിഞ്ഞപ്പോൾ വൈശാചികമായി മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു മനുഷ്യനെ പിശാച് ഇങ്ങനെ വഴി തെറ്റിപ്പിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞു, ഫൈദാ ഫറഗത ഫൻസബ്. അങ്ങനെ പ്രയാസങ്ങൾ, അങ്ങനെ എല്ലാത്തിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞാൽ ഇനി മനസ്സിനൊരു ചോരയില്ല, ജോലി തിരക്കൂല, ഒന്നുമില്ല, ഒക്കെ ആയി. അതിന് തഫ്സീർ ചെയ്യുന്നോടത്ത് പറയുന്നത് കാണാൻ കഴിയും. അവനക്കൊരു വീടായി, അവനക്കൊരു വാഹനമായി, ഇനി ഒന്നും ആലോചിക്കാല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ സമ്പത്ത് വരുന്ന അവസരമെത്തിയാൽ അത് മനുഷ്യനെ വല്ലാതെ വഞ്ചിക്കപ്പെടുന്ന സമയം. ആ സമയം ഉപയോഗപ്പെടുത്തണം. എങ്ങനെ ഉപയോഗപ്പെടുത്തും? വെറുതെ ഫൻസബ് എന്തെങ്കിലും പ്രയത്നമല്ല. വഇലാ റബ്ബിക ഫർഗബ്. അത് പടച്ച റബ്ബിലേക്ക് ആഗ്രഹം ചെലുത്തിയിട്ടുള്ളതായിരിക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കുറഞ്ഞ ആളുകൾ കൂടി എത്തുന്ന സമയം വരെ അത് അള്ളാഹുലേക്ക് ആഗ്രഹം ചെലുത്തുന്ന, അള്ളാഹുലേക്ക് എത്തുന്ന പ്രയത്നങ്ങളുമായിട്ടായിരിക്കണം അവന്റെ പിന്നുള്ള പ്രയത്നങ്ങൾ. ആ രീതിയിലേക്ക് മനുഷ്യൻ മാറുമ്പോഴാണ് അവന്റെ ജോലികൾ, മനുഷ്യനക്കൊരു കൈത്തൊഴിലോ ശാരീരികമായ തൊഴിലോ ഉണ്ടെങ്കിൽ എടുക്കാൻ കഴിയുന്ന കാലത്തോളം അത് എടുക്കുക തന്നെ വേണം. എടുക്കാൻ കഴിയുന്ന കാലത്തോളം അത് എടുക്കുക. കാരണം അതിൽ നിന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ, ഫ്രീ ടൈം ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ ഇബ്ലീസ് വല്ലാതെ പേപ്പിക്കുക. ഈ ഹദീസ്, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരെ മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്, പല രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ എന്റെ നിസ്കാരം ബാധ്യതയൊക്കെ കഴിഞ്ഞല്ലോ എന്നിരിക്കുന്നതിന് പകരം സുന്നത്ത് നിസ്കാരമായ കാര്യങ്ങളിലേക്ക് കടക്കണം. ദുനിയാവിന്റെ ഷോലുകളൊക്കെ കഴിഞ്ഞ് രാവിലെ ഒരു മനുഷ്യൻ ജോലിക്ക് പോയി വൈകുന്നേരം വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്റെ ജോലിയൊക്കെ കഴിഞ്ഞാൽ റാഹത്ത് കഴിഞ്ഞ് റിലാക്സ് അല്ല, മറ്റൊരു മേഖല ഉഖ്റവിയായ മേഖലയിലേക്ക് ചിന്തിക്കട്ടവൻ. എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങൾ നമ്മളിങ്ങനെ കഴിഞ്ഞടക്കുമ്പോൾ അത് കയ്യിലോടുകൂടി അൽഹംദുലില്ലാഹ് റിലാക്സ് ആയി എന്നല്ല, ഞാൻ അടുത്ത പ്രവർത്തനത്തിലേക്ക്. മനുഷ്യൻ മരിക്കുന്നത് വരെ അവന്റെ ചിന്തകളും അവന്റെ പ്രവർത്തനങ്ങളും എന്തെങ്കിലും ഒരു ഷോയിൽ ഇങ്ങനെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കണം. ഫ്രീ ടൈം വരുമ്പോ മനുഷ്യൻ നശിക്കും. സമയത്തിന്റെ മൂല്യം തിരിച്ചറിയുന്ന ഒരു സമയം പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. ഇങ്ങനെ സമയത്തിന്റെ മൂല്യങ്ങളെ തിരിച്ചറിയാതെ പോയ മനുഷ്യനെ പറ്റി അവൻ അവസാനം മരണം ഹാദിറാകുന്ന സമയത്ത് പറയുന്ന വാക്ക് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിൻ പരിചയപ്പെടുത്തുന്നുണ്ട്. റബ്ബിർജിഊൻ, പടച്ചോനെ എന്നെ ദുനിയാവിലേക്ക് മടക്കണേ എന്ന് പറയും. റബ്ബിർജിഊൻ, അവനിലേക്ക് മരണം ഹാദിറാകുന്ന സമയത്ത് ഒന്ന് മടക്കി, ദുനിയാവിൽ ഞാൻ നഷ്ടപ്പെടുത്തിയ സംഗതികളൊക്കെ സ്വാലിഹായ കർമ്മങ്ങളായി എന്നെ ഒന്ന് മടക്കിയാ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഓരോ മനുഷ്യനെ കൊണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. ഈ നശ്വരമായ ലോകത്ത് അള്ളാഹു നൽകിയിട്ടുള്ള ആയുസ് നൽകിയപ്പോ ഇതൊക്കെ നമുക്കറിയാം. അള്ളാഹ് പറഞ്ഞത്, റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷെ തിരിച്ചറിയാനും ആ സമയത്ത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ തുനിഞ്ഞില്ല. അവസാന മരണത്തിന്റെ സമയത്ത് നമ്മൾ പറയുന്ന വാക്ക് അങ്ങനെയാ, പഠിച്ചോനെ ഞാൻ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തോളാ. ഈ വാക്കിനെ പറ്റി ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഒരിക്കലും ഇല്ലട്ടോ, അത് വെറൊരു വാക്ക് മാത്രമാ, അതൊരു വെറും പായ്വാക്ക് മാത്രമാ. ഒരു സെന്റൻസ് ആയിട്ട് പോലും പരിശുദ്ധ ഖുർആൻ അതിനെ കാണില്ല. അതുകൊണ്ടാണ് സെന്റൻസ് പറഞ്ഞിട്ടും ആ വാക്കിനെ പറ്റി കലിമത്ത് എന്ന് പറയാൻ കാരണം. അത് വെറും ഒരു പായ്വാക്ക് മാത്രമാണ്. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖ് ഇലാ യൗമി യുബ്അസൂൻ. അതിന് ശേഷം അവർക്ക് വരാൻ പോകുന്നത് ബർസഖിയായ ലോകമാണ്, നിർത്തുകയാണ്. ബർസഖിയായ ലോകത്തേക്കാണ് പിന്നെ അവൻ പോകുന്നത് മരിച്ചു കഴിഞ്ഞാൽ. ബർസഖ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഒരു സ്ഥലത്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ കഴിയാത്തവണ്ണം കുടുങ്ങിയ മനുഷ്യൻ, അതാ ബർസഖ്. ഒരു വേലിക്കെട്ടിന്റെ ഉള്ളിൽ കുടുങ്ങുക, അല്ലെങ്കിൽ രണ്ട് ഭൂമികൾക്കിടയിൽ കുടുങ്ങുക. അവിടുന്ന് അങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല, ഇങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല. മരിച്ചാൽ അവസ്ഥ അങ്ങനെയാ. പിന്നെ ദുനിയാവുക്ക് ഇങ്ങോട്ടും പോകാൻ കഴിയില്ല, എങ്ങാനും മഹ്ശർക്ക് അങ്ങോട്ടും പോകാൻ കഴിയില്ല. പുനർജന്മം വരെ ആ ഖബറിൽ കിടക്കണം. അതുകൊണ്ട് ആ ജീവിതത്തിന് ബർസഖിയ ജീവിതം എന്ന പേരെന്നെ വന്നത്. അങ്ങനത്തെ ജീവിതത്തിലേക്ക് നമ്മളും നിങ്ങളൊക്കെ എത്തുമ്പോ പിന്നെ തിരിച്ചു വന്ന് ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സെക്കൻഡ് പോലും നമുക്ക് ബന്ധിപ്പിച്ചു തരൂല. വലയുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ആ വയസ്സെത്തി കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ, ആയുസ് എത്തിക്കഴിഞ്ഞാൽ, അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും പരിശുദ്ധ റബ്ബ് നമ്മെ ദുനിയാവിലേക്ക് തിരിച്ചേക്കൊല്ലുന്ന പരിശുദ്ധ ഖുർആൻ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ സിഖത്തിനെയും ഈ ഫറാഖിനെയും, നമ്മുടെ ഈ ആരോഗ്യത്തിനെയും നമ്മുടെ ഈ ഒഴിവ് സമയത്തെയും പരിശുദ്ധ ദീനിന്റെ മേഖലയിൽ ദുനിയാവിനും ആഖിറത്തിനും ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആ നിഅമത്തിനെ പരമാവധി ഉപയോഗപ്പെടുത്തി പടച്ച റബ്ബിന് ശുക്ർ ചെയ്യുന്ന യഥാർത്ഥ അടിമയായി അള്ളാഹു നമ്മളെയൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.